1000 ആനകളുടെ ശക്തിയുള്ള ദുന്ദുഭി എന്ന അസുരൻ കൈലാസപർവ്വതത്തിന് തുല്യമായ ഒരു പോത്തിന്റെ രൂപമായിരുന്നു സ്വീകരിച്ചിരുന്നത്. അഹങ്കാരിയായ ദുന്ദുഭി സമുദ്രത്തിനോട് യുദ്ധം ചെയ്യാൻ തുനിഞ്ഞു. നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് സമുദ്രം ഹിമവാന്റെ പേര് നിർദ്ദേശിച്ചു. ദുന്ദുഭി വേഗം ഹിമവാന്റെ അടുത്തെത്തി യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. എന്നാൽ ഹിമവാനും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കിഷ്കിന്ധയിൽ പരാക്രമശാലിയായ ബാലി എന്ന വാനരനോട് യുദ്ധം ചെയ്യാൻ നിർദ്ദേശിച്ചു. വലിയ പോത്തിന്റെ രൂപത്തിൽ ദുന്ദുഭി കിഷ്കിന്ധയിലെത്തി ബാലിയെ വെല്ലുവിളിച്ചു. ബാലി ദുന്ദുഭിയുടെ 2 കൊമ്പുകളിലും പിടിച്ചു കറക്കി എറിഞ്ഞു. പിന്നീട് നടന്ന പോരാട്ടത്തിൽ ദുന്ദുഭിയെ ബാലി നിലത്തടിച്ചു വധിച്ചു. എന്നിട്ടും ക്രോധം തീരാത്ത ബാലി ദുന്ദുഭിയുടെ ശരീരം എടുത്തുയർത്തി 1 യോജന ദൂരത്തിലേക്ക് ചുഴറ്റി എറിഞ്ഞു. അതിൽ നിന്നും വീണ ചോരത്തുള്ളികളും ദുന്ദുഭിയുടെ ജഡവും മതംഗമുനിയുടെ ആശ്രമം മലിനമാക്കി. തന്റെ ആശ്രമം മലിനമാക്കിയ ആ വാനരൻ ഈ പ്രദേശത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നും അങ്ങനെ പ്രവേശിച്ച മരിച്ചു വീഴട്ടെ എന്നും ശപിച്ചു. ബാലിയുടെ അനുചരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവിടെ ഇനിയും പാർക്കുന്ന പക്ഷം അവരെ കല്ലാക്കി തീർക്കുമെന്നും മതംഗമുനി അറിയിച്ചു. അന്നു മുതൽ ബാലിയും അനുചരന്മാരും ഋഷ്യമുഖ പർവ്വതത്തിലേക്ക് പ്രവേശിക്കാതെയായി.